ജയേന്ദ്ര മാസ്റ്റർ, നമുക്കറിയാം CPM എല്ലാ കാലത്തും, ഇടതുപക്ഷം എല്ലാ കാലത്തും, സ്വാതന്ത്ര്യ സമരമായാലും പിന്നീടുള്ള ഭാരതത്തിൻ്റെ സൈനികരുടെ നീക്കങ്ങളായാലും ഇതിനെല്ലാം വിമർശിക്കുന്ന ഒരു നിലപാടാണ് CPM എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം ഇന്നലെ എന്ന് പറയുന്നത് കാർഗിൽ വിജയ ദിവസത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ വേള ആയിരുന്നു. അവിടെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ക്യൂബ അനുസ്മരണം അല്ലെങ്കിൽ ഫെഡറൽ കാസ്ട്രോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഡൽഹിയിലും കേരളത്തിലുമൊക്കെ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രവിരുദ്ധ സമീപനം CPM എല്ലാ കാലത്തും പിന്തുടരുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ CPMന്റെ ഈ നിലപാടുകളെ എങ്ങനെയാണ് കാണുന്നത് ജയേന്ദ്ര മാസ്റ്റർ? വിനോദേ, ഇത് അല്പം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഉപ്പുവെച്ച കലം പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട് സാർവദേശീയ പിന്തുണയോടെ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ലോകം കീഴടക്കുന്നതിനു വേണ്ടി ഭാരതത്തിൽ അവതരിച്ച പ്രത്യയശാസ്ത്രം ഇന്ന് കേവലം വർഗീയ കോമരങ്ങളുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും ഇന്ത്യ വിരുദ്ധ പിന്തുണക്കാരുടെയും ആ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമാണ് അവരിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അശേഷം നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ പറയുന്നത്, ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ഭാരതത്തിന്റെ എല്ലാ കാലത്തുമുള്ള ഇന്ത്യ വിരുദ്ധ സമീപനങ്ങൾ കൊണ്ട് സമ്പന്നവും സംതൃപ്തവുമായിരുന്നു ആ പാർട്ടി. നോക്കൂ, ഭാരതത്തിന്റെ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തില് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്ത് ആ ഒറ്റുപണം കൊണ്ട് തടിച്ചു കൊടുത്ത പാർട്ടിയാണ് CPM. ഭാരതത്തെ ഒറ്റുകൊടുത്തതിന് ബ്രിട്ടീഷുകാർ കൊടുത്ത ചോരപ്പണം കൊണ്ടാണ് ദേശാഭിമാനി പോലും രൂപപ്പെടുത്തിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. രാജ്യവും രണ്ടായി വിഭജിക്കുന്നതിനുള്ള പാകിസ്ഥാനുമായുള്ള വിഭജനത്തിന്റെ വേദനാജനകമായ സംഭവം വന്നപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് ഇതര ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരന്ന് പറഞ്ഞു, ഭാരതത്തെ രണ്ടായിട്ടല്ല വെട്ടിമുറിക്കേണ്ടത്, ഭാരതത്തെ 16 കഷണങ്ങളായി ചിതറണം. സോവിയറ്റ് യൂണിയനെ പോലെ ഇതൊരു കോൺഫെഡറേഷൻ, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആക്കി മാറ്റണം. ആ അർത്ഥത്തിൽ എക്കാലവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് സംതൃപ്തി അടയുന്ന പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കേരളം തന്നെ മറ്റൊരു രാജ്യമാക്കി അവതരിപ്പിക്കാനാണല്ലോ അവർ ശ്രമിക്കുന്നത്. രാജ്യത്തും വിദേശത്തുമെല്ലാം കേരളത്തെ മാതൃകാ രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ പോലും, ഭാരതം പോലും കേരളത്തെ മാതൃകയാക്കണം, കേരളത്തിൻ്റെ ആരോഗ്യം, കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ ഒരു പ്രത്യേക ഭൂഖണ്ഡമാക്കി മാറ്റി ചിത്രീകരിക്കാനാണല്ലോ എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജയേന്ദ്ര മാസ്റ്റർ. അതെ വിനോദ്, അത് ഇന്നലെ തുടങ്ങിയതല്ല. നോക്കൂ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകളുടെ താത്വികാചാര്യൻ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് കേരളം മലയാളിയുടെ മാതൃഭൂമി. ഇന്ന് കട്ടിംഗ് സൗത്തിലേക്കും കേരളം മറ്റൊരു രാഷ്ട്രമെന്നും വിദേശ നയതന്ത്രങ്ങൾക്ക് വേണ്ടി സ്വയം ഒരുക്കുന്ന പാർട്ടി അത് ആകസ്മികമല്ല. രാജ്യത്തെ ഒന്നിച്ചതിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഷണം കഷണമാക്കി ഭരിക്കുക. രാജ്യദ്രോഹികളുടെയും ദേശവിരുദ്ധരുടെയും വർഗീയവാദികളുടെയും പിന്തുണ നേടിയിട്ടായാലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. നോക്കൂ, ഭാരതം വിഭജനത്തിനു വേണ്ടി പാകിസ്ഥാൻ വാദവുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അന്ന് പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 41ഓളം ഭാഷണ 41 ആവശ്യപ്പെട്ടത് ഇവിടെ മറ്റൊരു രാഷ്ട്രം വേണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ അവരുടെ ഏക MLC മദ്രാസ് അസംബ്ലിയിൽ ഈ ആവശ്യം ഉന്നയിച്ചതിന്റെ ചരിത്ര രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്.